ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹത്തായ ഈ വേദിയുടെ അധ്യക്ഷൻ, ബഹുമാന്യരായ ഗുരുവര്യരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ധന്യ മുഹൂർത്തത്തിൽ മതവിദ്യ പരമോശത്തിന് എന്ന വിഷയത്തിൽ അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന് തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വിദ്യാഭ്യാസമാണ് മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്നത്. അറിവില്ലാത്തവൻ അറിവില്ലാത്തവനായി മാറും. താൻ ആരാണെന്നും ആരാണ് തന്റെ സൃഷ്ടാവെന്നും തന്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും മനസ്സിലാക്കലോടുകൂടി മനസ്സിലമായ വിശാലമായ അറിവിലേക്കുള്ള പ്രയാണം മനുഷ്യനെ മാനസികതയുടെ പൂർണ്ണതയിലെത്തിക്കും. കേവലം ഭൗതിക വിദ്യ മാത്രം അഭ്യസിക്കുമ്പോൾ ഈ പൂർണ്ണത കൈവരിക്കാൻ സാധ്യമല്ല. ഉദാഹരണങ്ങൾ ഒരുപാട് നമുക്ക് കണ്ടെത്താൻ കഴിയും. പരിപൂർണ നന്ദനായി പകൽ സമയത്ത് ടൗണിൽ നടുവിടെ ഓടിയ ഒരു നിറമ വിദ്യാർത്ഥി കേരളത്തിന്റെ മെട്രോ സിറ്റിയിൽ നമുക്ക് കാണേണ്ടി വന്നത് ഒരു ഉദാഹരണം മാത്രം. വർഷങ്ങൾക്ക് മുമ്പും ഇത്തരം സംഭവങ്ങൾ വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. കാമുകനെ വെട്ടിനുറുക്കി പെട്ടിയിലാക്കി നാടുവിട്ട ലോകത്തിൽ ഓമന കേരളത്തിന്റെ സന്ധിയായിരുന്നു. ഇവർക്കൊന്നും വിദ്യാഭ്യാസമില്ലെന്ന് പറയാൻ പറ്റുമോ? മതധാർമ്മിക വിദ്യയുടെ അഭാവമാണ് ഇത്തരം മൃഗീയതയിലേക്ക് അവരെ നയിച്ചത്. ഭൗതിക വിദ്യയിലൂടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധനം നൽകപ്പെടുന്നില്ല. നൈമിഷിക ജീവിതത്തിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്നുമില്ല. മറിച്ച് ജീവിതം തന്നു മാത്രമേ ഉള്ളൂ എന്ന് തെറ്റായ സിദ്ധാന്തം പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒറ്റ ജീവിതം സുഖിച്ച് മതിച്ച് തീർക്കാനുള്ള തന്ത്രപാടിലാണ് മൃഗീയത വാരിപ്പുണരാൻ ഒരുങ്ങുന്നത്. ലക്ഷ്യബോധമുള്ള ഒരു തലമുറയുടെ രൂപീകരണമാണ് പരിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്തതെന്ന് ഖുർആന്റെ ആദ്യ അധ്യായം തന്നെ വിളിച്ചോന്നു. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക. അത്ഭുതകരമായ നിന്റെ ശരീരത്തിന് ഒരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവിനെ കണ്ടെത്താൻ വേണ്ടി ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളെയും ഒരു പുസ്തകം പോലെ നീ വായിക്കണമെന്നും അങ്ങനെ വായിക്കുമ്പോൾ രാജാധിനായകനായ റബ്ബിനെ, അവന്റെ അസ്തിത്വത്തെ നിനക്ക് ബോധ്യമാകുമെന്നും ഈ സൂക്തം നമ്മെ പഠിപ്പിക്കുന്നു. ഇഖ്റയിന്റെ ശബ്ദവീചികളാണ് ഭൂമിയുടെ അഷ്ടദിക്കുകളിൽ അലയടിച്ച് വൈജ്ഞാനിക മണ്ഡലം വിശാലമാക്കിയത്. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച രക്ഷിതാവിനെയും അവൻ സൃഷ്ടിച്ച അഖില വസ്തുക്കളെയും പഠനത്തിന് വിധേയമാക്കിയപ്പോൾ മതഭൗതിക വിദ്യകൾ രൂപപ്പെടുകയായിരുന്നു. അള്ളാഹുവിന്റെ നിയമങ്ങളെ സംബന്ധിച്ചുള്ള അറിവാണല്ലോ അള്ളാഹുവിന്റെ നിയമങ്ങളെ സംബന്ധിച്ചുള്ള അറിവാണല്ലോ മതവിദ്യ. ജീവിതത്തിൽ നിയമങ്ങളെ ഉണ്ടാക്കി തന്നത് നമ്മെ സൃഷ്ടിച്ച രക്ഷിതാവ് തന്നെയാണ്. അവന്റെ നിയമങ്ങൾ അംഗീകരിച്ചും അനുസരിച്ചും ജീവിക്കാൻ മാത്രമാണ് അവൻ നമ്മെ സൃഷ്ടിച്ചത്. ജീവിതത്തിലെ സർവ നിമിഷങ്ങളും എങ്ങനെ ചെലവഴിക്കണമെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ താങ്കൾക്ക് നാം ഒരു നിയമം നൽകിയിട്ടുണ്ട്. ആ നിയമത്തെ താങ്കൾ പിന്തുടരുക. വിവരമില്ലാത്തവരുടെ ജൽപ്പനങ്ങൾ അങ്ങ് പിന്തുടരരുത്. പാരത്രിക വിജയത്തിലേക്ക് ദുനിയാവും ആഖിറവും എന്ന രണ്ട് ലോകങ്ങൾ
ഒരു സ്ഥലത്ത് പണിയെടുത്ത് മറുസ്ഥലത്ത് കൂലി വാങ്ങാൻ കണക്കാക്കപ്പെട്ട രണ്ട് ലോകം. പാരത്രിക ലോകത്ത് രക്ഷ പ്രാപിക്കണമെന്ന ഇത്രയും പറഞ്ഞാണ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിക്കുന്നു.